വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ്? ഇന്നത്തെ വീഡിയോ ഫുള്ള് എടുക്കുന്ന ആര് പറഞ്ഞെങ്കിൽ സരീഷ് അല്ലേ? അപ്പോൾ ഇന്നെന്ത് സരീഷേ? എൻ്റെ ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണം. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ പോകുന്നില്ലെങ്കിൽ സരീഷിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകാനുണ്ട്. സരീഷിൻ്റെ ബർത്ത്ഡേ. എപ്പോൾ ബർത്ത്ഡേ? നാളെ. ഉമ്മ എന്താ എത്തി നോക്കുന്നേ? ഉമ്മ ചെരുപ്പ് വരുന്നത്. അപ്പോൾ നാളെയാണ് സരീഷിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്, അവളെ ബർത്ത്ഡേ ഉണ്ടത്, അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരും. ഓക്കെ, അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നേരെ പോയത് ഐവാക്ക്. ഐവാൽ പോയിട്ട് ഇപ്രാവശ്യം ഐവാൽ നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഐവാൽ പോയിട്ട് പാൻറ്റും ടോപ്പും അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫ്രോക്ക് മോഡൽ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയാൽ. അങ്ങനെ ഞങ്ങൾ കുറേ ട്രൈ ആക്കി നോക്കും. ഞാനും ഉമ്മ വാടിയാണ് സെൻറ്റത്തെ ഇട്ട് നോക്കുന്നതല്ലേ ഉള്ളത്. അപ്പോൾ ഞാനും മടി പീസാക്കാനല്ല പറഞ്ഞു. അങ്ങനെ സെർച്ചിന് ഓരോന്നേ ട്രൈ ആക്കി. ഇതിൽ ഞങ്ങൾ ഏത് മേങ്ങിയതാണെക്കോ നിങ്ങൾ ഗസ്സാക്കും. ഓക്കെ, എന്നിട്ട് കുറച്ചെണ്ണം നമ്മൾ നോക്കി. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഓക്കെ ഇത് സൈസാണില്ല. അങ്ങനെ ആ ബൊമ്മയിലുണ്ടായ ഡ്രസ്സ് ഞങ്ങൾ ഊരിയിട്ട് ഒക്കെ ഇട്ടെടുത്തു. അപ്പോൾ ഓളെ കുറേ ഇതെല്ലാം എന്താ റാമ്പ് വാക്ക് പോലെ നടന്നിട്ട് തീരീനിയും അങ്ങനെ എന്തെല്ലാം ആക്കണേ. അങ്ങനെ കുറേ ഡ്രസ്സ് ട്രൈ ആക്കിയിട്ട് ലാസ്റ്റ് നമ്മൾ അതിൽ നിന്നൊരു ഡ്രസ്സ് എടുത്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ ഓൾറെഡി. അപ്പോൾ നമ്മൾ മുന്നാട് ഇട്ടൊക്കെ ഡ്രസ്സെല്ലാം ഷർട്ട് എല്ലാം മടക്കി വെക്കുന്നുണ്ടെങ്കിൽ സന എല്ലാം സർപ്രൈസ് ആക്കി വെച്ചിട്ടുണ്ട് എന്നോട് പറയാതെ. സപ്പ മാത്രം എന്നും കൊടുക്കുന്നില്ല. ഞാനെല്ലാക്കി, സന എല്ലാക്കി, അവരെല്ലാം വെൽ പ്രിപ്പയർഡ് ഗൈസ്. എൻ്റെ കയ്യിൽ നെയ്യ് പച്ച മണി നെയ്യ്. അങ്ങനെ സസെല്ലാം മടക്കി കൊടുത്ത് എന്നിട്ട് ഞാനും സസാവും ലിഫ്റ്റിലേക്ക് കൂടി താഴേക്ക് വന്ന്. അപ്പോൾക്ക് ഉമ്മ അവിടെ ഡ്രസ്സ് നോക്കുന്നുണ്ട്. ഉമ്മാൻ്റെ ഒരു എന്നെ കൂട്ടാണ്ട് പോയിന് മുന്നേ. ഉമ്മ ഹുസൈൻ അവിടെ ഡ്രസ്സ് നോക്കുന്നുണ്ടേനി. ഞാനും ഷസാവും മീത്തന്നെ ഉണ്ടായിന്. അങ്ങനെ ഞങ്ങൾ മീത്തന്ന് താഴേക്ക് വന്ന് ഉമ്മ എല്ലാം ബില്ലാക്കി. അത് നമ്മൾ ഡ്രസ്സ് എടുത്തിട്ട് നേരെ മാമാൻ്റെ അടുക്ക് പോയി. അല്ല, വൈറ്റ് പേളിൽ പോയി. ഉമ്മക്ക് മൈ വേണം എന്നിട്ട് അത് വാങ്ങാൻ വേണ്ടിയിട്ട് വൈറ്റ് പേളിൽ പോയിട്ട് ഞാൻ വരുമ്പോൾക്ക് ഉമ്മാനെ കാണുന്നില്ല. അപ്പൊക്ക് നോക്കറോ ഉമ്മ ഒറ്റയ്ക്ക് എന്നെ പോയി ഐസ്ക്രീം പാർലറിലേക്ക്. ഒറ്റയ്ക്ക് എന്നെ വന്നിയമ്മ എടുക്കുന്നു. നമ്മളെ കൂട്ടാണ്ട് ഒറ്റയ്ക്ക് എന്നെ വന്നിട്ട് എന്നോട് ഇങ്ങനെ കാണുന്നില്ല. വണ്ടി കിട്ടുന്നത് നമുക്ക് ഇവിടെ ഇരുന്നിട്ടുണ്ട്. ഞാൻ ഐസ്ക്രീം ഒന്നല്ല നമുക്ക് അറിയില്ലേ. എനിക്ക് മോമോസ് ഗൈസ് നിങ്ങൾക്ക് കാണാൻ എക്സ്പ്രഷൻ. ഞങ്ങൾക്ക് മോമോസ്. ഞാൻ ഐസ്ക്രീം തിന്നാറില്ല. എന്നിട്ട് ഉമ്മ എന്നെ ഐസ്ക്രീം ഷോപ്പിലാണെന്നില്ല. വാട്ട് ഈസ് ദിസ്? എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? ഉമ്മൻ്റെ അടുത്ത് ചെറി നമുക്ക് മുഷ്കാം. ഇത് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. എങ്ങനെയുണ്ട്? ഇത് ആക്ച്വലി ഇവിടെ കോൺ ഐസ്ക്രീമൊക്കെ ഉണ്ട്. ചെറിയ കോൺ ഐസ്ക്രീമാണ് മൈൻഡ് ആക്കുന്നില്ല. ചൊടിച്ച് ഞാനോട് ഇവിടെ നോക്ക് പ്രശ്നമാക്കി. നമുക്ക് നല്ല അതിൻ്റെ ഉള്ളിലത്തെ ഫ്രൂട്ട്സ് തിന്നാം. ഐസ്ക്രീം കഴിക്കാറില്ല, മാത്രം മുഷ്കാറുണ്ട്. ഇതിലെന്തെല്ലോ ഉണ്ടതാ നോക്കിയാ ഉള്ള പ്ലേറ്റ്. സോറി ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ എന്തെല്ലോ ഉണ്ട് ഇതിൻ്റെ ഉള്ളില്. മുന്നത്തതല്ല ഗൈസ് ടേസ്റ്റ്. മുന്നത്തെ എനിക്കറിയില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഈ സാധനമാണ്, അയ്യോ ഈ സാധനമാണ് അവർ പറയുന്ന സാധനം. അത്ര ഇപ്പോൾ ഇവിടെ കിട്ടുന്നത് ലഭ്യമാകുന്നത് ഈ സാധനമാണ്. ഇത് മാത്രമാണ്. ഹൗ ഈസ് ദിസ്? മഴക്കാലത്തെ ഐസ്ക്രീം ഉണ്ട്. നിങ്ങൾ ഫസ്റ്റിലേ ചോദിച്ചുള്ളൂ. ഉമ്മ ഇത് പൗഡർ ഇട്ടിട്ട് ഉമ്മനെ കാണിക്കുന്നില്ല ഞാൻ. ഓക്കെ ബൈ ഗൈസ്. ഇനി കാണിക്കില്ല ഉമ്മ.
അടുത്ത ആളെയും കിട്ടിയിട്ടല്ലേ മുട്ടേക്ക് ഞാൻ ലിപ്സ്റ്റിക് ഇട്ടില്ല. നമ്മളില്ല പെട്ടെന്ന് സ്കൂളിൽ നിന്ന് വന്നിട്ടായിട്ട് ബേബി കീഞ്ഞിട്ട് പോയത്. അങ്ങനെ ആരും വലിയ കീഞ്ഞിട്ടൊന്നും ഉണ്ടായിട്ടാ. ഞാൻ നോക്കാം അതേ ഇല്ല തന്നെ പോയത്. അങ്ങനെ ആടുന്ന് ഓരോന്ന് കുറച്ച് തിന്നോക്കി. അപ്പോഴേക്ക് എന്തോ ഒരു മധുരമായി ഐസ്ക്രീമിന്. അങ്ങനെ ഓരെല്ലാം ഐസ്ക്രീം വന്നു. അപ്പോൾ ആരെങ്കിലും ഉണ്ടോ ഐസ്ക്രീം വാങ്ങി ഇങ്ങനെ ആക്കുന്ന ഗഡ്ബഡ് തിന്നൽ ഇങ്ങനെ കമന്റ് ചെയ്യൂ. ഗഡ്ബഡ് തിന്നൽ ഇങ്ങനെ വരും ഗൈസ്, മിക്സ് ആക്കിയിട്ടുള്ള. വല്ലാതെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നു. നമുക്കിത് ഇങ്ങോട്ട് കേൾക്കാം. സനാന് ഗഡ്ബഡ് സെറ്റായി. ഉമ്മാൻ്റെ കൈയാണെന്നോ പറയും. ഉമ്മാൻ്റെ കൈ ശരിക്കും ഇത്ര തടിച്ചിട്ടില്ല ഗൈസ്. വീഡിയോയിൽ എന്തോ ഒരു തടി കാണുന്നുണ്ട്. വീഡിയോയിൽ എൻ്റെ മൂഡ് അങ്ങനെ തടി കണ്ടിനങ്ക. ഇത് എൻ്റെ മൂടൊന്നും കാണില്ല. ഉമ്മാൻ്റെ കൈ കാണുമ്പോൾ തടിച്ചിട്ടാണ്. ഇവരെല്ലാം എന്ത് എന്നെ കൂട്ടിയിട്ട് ഐസ്ക്രീം ഒന്നാ വാങ്ങിച്ചതാ. എനിക്ക് ഐസ്ക്രീം ഇല്ല. ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് നിൽക്കണം. ഗൈസ് ദിസ് ലുക്ക് സോ ക്യൂട്ട്. ഇതെനിക്ക് വേണ്ടി സെഹറിഷ് തന്നതാണ്. എൻ്റെ ചെറിയൊരു ഐസ്ക്രീം ആയിപ്പോയി. എൻ്റെ തന്നെ ഏറ്റവും വലിയ ഐസ്ക്രീം എനിക്ക് വേണ്ട. എന്തൊരു മധുരം. ഓക്കെ ഗൈസ് ലെറ്റ്സ് ഈറ്റ്. എന്തോ നോക്കുന്ന ഒരു പസ പാങ്ങില്ല. അങ്ങനെ നമ്മൾ ഐസ്ക്രീം തിന്നിട്ടായിട്ട് നേരെ മാമാൻ്റെ അവിടെ പോകാനുണ്ടായിരുന്നു. അങ്ങനെ മാമാൻ്റെ അവിടെ പോയിട്ട് 11 മണിയല്ലാകുമ്പോൾ നമ്മൾ റിട്ടേണായി. അപ്പോൾ മുട്ടായി വേണമെന്നിട്ട് മുട്ടായി വാങ്ങാൻ ഒരു ഷോപ്പിൽ കയറി. മാമാൻ്റെ അവിടെ ഉണ്ട്. അവിടുന്ന് ഞാൻ ആ കേക്ക് കണ്ടിട്ട് കേക്ക് എടുത്ത്. അപ്പോൾ എനിക്ക് മഞ്ച് വാങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ ആഴ്ച മഞ്ച് കുറച്ച് എക്സ്ട്രാ തന്നെ. നീ ചെല്ല് ഉണ്ണിയപ്പത്തിന് കഥ ചെല്ലിനെ. അങ്ങനെ നമ്മൾ സെറിഷിനായിരുന്നു മുട്ടായി വാങ്ങിയിട്ട് നേരെ ഞാൻ മോമോസ് വേണം അറിയില്ല. അങ്ങനെ നേരെ പാർശയ്ക്ക് പോയായിരുന്നു. പാർശയ്ക്ക് പോയിട്ട് മോമോസിന് ഓർഡർ എടുത്തിട്ട് നമ്മൾ ടേക്ക് അവേ ആക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായി. അപ്പോൾക്ക് ഉണ്ട് ഈ കുഞ്ഞി ഉണ്ണിയപ്പം കൊണ്ട് വന്നത്. ഓൻ്റെ ബേജാറെല്ലാം കേട്ടിട്ട് ഉണ്ണിയപ്പം മീൻ ഉണ്ണിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നല്ല. അന്നെങ്കിൽ എൻ്റെ ബേജാറ് കേട്ടിട്ട് ഉണ്ണിയപ്പം മേങ്ങി 5 മോമോസ് വന്ന് നമ്മൾ നേരെ പൊരുക്കോയി. ഇനി കാണുന്നത് പിറ്റേ ദിവസം രാവിലെ അവൾ മദ്രസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവൾ കുളിച്ചിട്ട് ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് ഡ്രസ്സെല്ലാം ഞാനിങ്ങനെ സെറ്റാക്കിയിട്ട് വെച്ച്. എന്നിട്ടായിട്ട് അവൾ പുതിയ തോർത്തും മേങ്ങിന്. അങ്ങനെ തോർത്തിയിൽ ചെയ്തു പുതിയ തോർത്ത്. എന്നിട്ട് നേരെ ദർസിലേക്ക് പോയി. ദർസിലേക്ക് പോകുമ്പോൾ അവളെ ഇത് സ്ഥിരം ഹാബിറ്റാണ് ഉമ്മാൻ്റെ കൈ പിടിച്ചിട്ട് മുത്തിയിട്ട് പോകുന്നത്. അങ്ങനെ ദർസിൽ പോയാൽ പിന്നെ ഞാൻ എന്തെടുത്തില്ല. പിന്നെ എനിക്ക് സ്കൂളിലേക്ക് പോകാൻ ടൈമായി. ഞാൻ സ്കൂളിലേക്ക് പോയി. പോയാൽ പിന്നെ ബാക്കി ഷൂട്ടാക്കിയല്ലോ സന ഷൂട്ടാക്കിയ. എന്നിട്ട് ഞാൻ സ്കൂളിൽ പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഓളെ വാൻ വരും. അങ്ങനെ സെർച്ച് സ്കൂളിലേക്ക് പോയി. ഉമ്മ കേക്ക് ഉണ്ടാക്കി. അപ്പോൾ ഉമ്മ കേക്ക് ഉണ്ടാക്കുന്ന ഡീറ്റെയിൽ വ്ളോഗ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഉമ്മാൻ്റെ ഒരു കേക്ക് ഉണ്ടേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ആക്കാം. ഓക്കെ. അങ്ങനെ ഞാൻ ഉമ്മാട് പറയുന്നുണ്ട് ചോക്ലേറ്റ് കേക്ക് ആക്കണമെന്ന്. കുറേ ആയി കേക്ക് തന്നിട്ട്. അങ്ങനെ ഉമ്മഞ്ഞപ്പൻ ഫുള്ള് ചോക്ലേറ്റ് ഉണ്ട് കേക്ക് വേണം പറഞ്ഞിട്ട് ഉമ്മ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കി. ഇതെല്ലാം ഷൂട്ടാക്കി തന്നെ എനിക്ക് സനിത്തത്താടെ ഒരുപാട് നന്ദിയുണ്ട്. ഒക്കെ അറിയില്ല ഇതൊന്നും. ഞാൻ ഇപ്പുറം ചില വോയിസ് ഓവർ എടുക്കുന്നത്. എന്നിട്ട് ഉമ്മ കേക്ക് ആക്കിയിട്ടായിട്ട് നേരെ ഷെസാൻ സ്കൂളിൽ എന്തോ മീറ്റിംഗ് ഉണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ ഷെസാൻ്റെ സ്കൂളിലേക്ക് പോയിട്ടായിട്ട് ഇതെല്ലാം ഷൂട്ടാക്കി സെസാന്ന് തോന്നുന്നു. എന്താ വെച്ചെങ്കിൽ സെസാൻ്റെ സൗണ്ട് കേൾക്കും. സെസ ഏതോ കുഞ്ഞിനെല്ലാം എടുത്തിന്. എനിക്കിതൊന്നും ആരും അറിയില്ല. മാത്രം ഇതിലുണ്ടായാലും ഞാൻ ഇൻക്ലൂഡാക്കി. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് ബാക്കി സെസ പറഞ്ഞു. ഞാൻ കുറച്ച് സാധനം വാങ്ങി, കുറച്ച് സേവ്സ് വാങ്ങി. ബൈ ബൈ. അങ്ങനെ സാധനം വാങ്ങിയിട്ട് വന്നിട്ട് ഓറന്നെ പോരെന്ന് സെൻറ്ററ എല്ലാം ഇതാക്കുന്നതെല്ലാം ഉണ്ടായിന്. എന്നിട്ട് നമുക്ക് 4 മണിയാകുമ്പോൾ സെർച്ച് വരുന്നത്. നമുക്ക് 4:15 ക്ലാസ് ചെയ്യുന്നത്. അപ്പം ഞാൻ എത്തുമ്പോൾ കുറച്ച് പയ്യുന്നു. സെർച്ച് വന്നിട്ട് വെച്ച് ഓളെ എക്സ്പ്രഷനെല്ലാം കണ്ട ഓളിതൊന്നും ഇരിച്ചിട്ടുണ്ടായില്ല. ഞാൻ ഓക്കെ ഇങ്ങനത്തെ എല്ലാം ഇഷ്ടം. അപ്പോൾ സെൻറ്റർ തന്നോട് അപ്ലൈ പറയുന്നത് നീ സ്കൂളിലേക്ക് പോകുമ്പോൾ നീ വരുമ്പോൾ ഞാൻ എല്ലാം റെഡി ആക്കിയിട്ട് വെക്കും എന്നോട്. അങ്ങനെ ഓൾ വരുമ്പോൾ സെൻറ്ററാക്ക് കുറച്ചെല്ലാം ആക്കിയിട്ടായിന്. ബലൂൺസ് എല്ലാം തൊക്കെ ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ എല്ലാം വെച്ചിട്ടായിന്. ഓൾ കണ്ടിട്ട് നെറ്റുകയും ചെയ്തു. പിന്നെ ചോറുണ്ടായത് എന്ത് ചെയ്യെങ്കിൽ മന്തി.
മാത്രം എനിക്കറിയില്ല, വീഡിയോ എടുത്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മതി. ഇനി ഞാൻ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് ക്ലിപ്പിങ്സ്, അത് നിങ്ങൾ നേരെ നോക്കും. ഹലോ ഗായ്സ്, അപ്പോൾ ഞാനിതാ ഇപ്പോൾ സ്കൂളിൽ പോയിട്ടിട്ട് വന്നത്ര. സ്കൂളിൽ പോയിട്ടിട്ട് വന്നേലേ ഇവിടെ എന്തായി നോക്കാൻ വേണ്ടിയിട്ട് ശേഷി കാലത്ത് ദർസിൽ പോകുന്നിടത്തോളം ഞാൻ എടുത്തേനെ. പിന്നെ ഞങ്ങൾക്ക് സ്കൂളിൽ പോകാൻ ടൈമായിട്ട് ഞാൻ സ്കൂളിൽ പോയി. എൻ്റെ 3 കൊല്ലം കുറവ്. എനിക്കിപ്പോൾ ഇതാ ഞാൻ സ്കൂളിൽ ഇട്ടിട്ട് വരുമ്പോഴേക്ക് സേരിഷിയുടെ ഡ്രസ്സ് ഇട്ടിട്ട് നിന്നിട്ടുണ്ട്. ഉമ്മ ചോറാക്കുന്നുണ്ടല്ലേ കാണാൻ. ഉമ്മ എന്തോ ചോറാണ്. എന്ത് ചോറുമ്മ? മന്തിന്ന് നമുക്കറിയില്ല. ചോറ് ഇടിയുണ്ട്, മന്തിൻ്റെ നോക്കട്ടെ. മന്തിയുള്ളവരുണ്ട്. അപ്പോൾ ഞാനിതാ മന്തി ഇതെല്ലാം ഉമ്മ കാണിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനിയുണ്ടത് അവരുടെ ഗിഫ്റ്റെല്ലാം റാപ്പാക്കുന്നുണ്ട്. എൻ്റെ ബർത്ത്ഡേ പോലെ ഇല്ലേ ഇങ്ങനെയെല്ലാം ആക്കുന്നുണ്ട്. ഫുൾ പാക്കിങ് ഉണ്ടാക്കുന്നുണ്ട്. ഇത് എന്താണെന്ന് അറിയുന്നവർ കമൻറ്റ് ചെയ്യൂ. എന്താ അത് നീ പറഞ്ഞില്ല എന്തെന്ന്? ഇല്ല, ഇവിടെ കുറേ ഗിഫ്റ്റ് എല്ലാം ഉണ്ട്. എൻ്റെ ബർത്ത്ഡേക്ക് ഇങ്ങനെ ആക്കണം. ഓ അങ്ങനെയാ, 8 ബർത്ത്ഡേ ഉണ്ട്, 8 ഗിഫ്റ്റ് ഗൈസ്. 1 2 3 4 5 6 8 ഇവിടെ എന്തെല്ലോ കാണിക്കുന്നുണ്ട്. ഇതെന്ത് കണ്ടോ? ഇങ്ങനത്തെ എല്ലാ സാധനം ഇന്ന്. ഓക്കെ ഗൈസ്, നമ്മൾ സേരിച്ച് ഡ്രസ്സെല്ലാം ആക്കിയിട്ടും ഞാനിനി കുളിച്ചിട്ട് വന്നിട്ടെല്ലാം കാണാം. അല്ല സേനാണെന്നാ അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് ഞാൻ കുളിച്ചിട്ടെല്ലാം വരുന്ന യൂണിഫോം എല്ലാം മാറ്റിയിട്ട് നിന്നെ അതിലെ കാണുന്നുണ്ട് കൂടുതൽ. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാൻ ഇനി യൂണിഫോം എല്ലാം മാറ്റിയിട്ട് കുളിച്ചിട്ടായിട്ട് കാണാം നമുക്ക്. ഞാൻ ഇതാ ഇപ്പോൾ സ്കൂളിൽ നിന്ന് റീച്ച് ആയിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ മൂടലാണ് മങ്ങിക്കാൻ തോന്നുന്നത്. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാൻ കുളിച്ചിട്ട് വരാം. അപ്പുറം പോയിട്ട് നമുക്ക് ഇതാ കായ് കാച്ചിയ ബോണ്ടെല്ലാം ഉണ്ട് ഗൈസ്. അപ്പം ഞാൻ തുന്നിയിട്ട് കുളിക്കാനുള്ള പോട്ട്. അപ്പോൾ ഭാഗ്യം നമ്മൾ വന്നിട്ട് നോക്കാം. ഇപ്പം ഇങ്ങനെയുണ്ട്, ഇനി തന്നെ ഇനി എന്താക്കുന്നു കുളിച്ചിട്ട് വന്നിട്ട് നോക്കാം. ഞാൻ പറയുന്ന കണ്ട അത് പ്രശ്നമില്ല. ഉമ്മ പറയുന്നില്ല കൈസിനെ ചെടിച്ചു. ഇപ്പം ഉമ്മ കേക്കാക്കുന്ന ആര് പറഞ്ഞത്? ആദ്യമ കേക്കാക്കുന്ന കേക്ക് ഞാൻ തന്നെ ആക്കുന്നത്. ഇത് കേക്കിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കാനുള്ള ഫില്ലിങ്. കേക്കിനുള്ളിൽ നമുക്ക് ഇഷ്ടമല്ല വറുത്ത. ഇതൊന്നല്ല, ഞാൻ അതൊന്നും കണ്ട ഈ ഉമ്മ നമുക്ക് ഇഷ്ടമല്ല അതെല്ലാം ആക്കുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്തല്ല, എനിക്കൊന്നിനോട് ഇഷ്ടമില്ലാത്തത്. ഇത് കേക്കിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ കാഷ്യൂമ്മ വറക്കുന്നുണ്ട്. ഞാനിവിടെ ബോണ്ട കഴിക്കുന്നുണ്ട്. ശരി കായ് കാച്ചി തിന്നുന്നുണ്ട്. ഇത് കേക്ക് എന്നാ ഇങ്ങനെ കണ്ടിട്ട് അങ്ങോട്ടാ. കേക്ക് ഇവിടെ ഇങ്ങനെയുണ്ട്. കേക്കിന് ഇനി എല്ലാം ഈ ചെയ്യുന്ന എല്ലാം ആക്കണ്ട അത്ര. അപ്പം നമുക്ക് ഇനി കേക്ക് ഇപ്പം ഇങ്ങനെ ഉണ്ടില്ല നിങ്ങൾ. ഇനി കേക്കിന് ഞാൻ ഫുള്ളാക്കി കാണിച്ചു തരാം. ഓക്കെ പറ്റോ? സോറി പപ്പ. ഗൈസ്, അപ്പം നമ്മൾ പപ്പ ഇതിലുണ്ട്. എവിടെയാണ് നമുക്ക് കാണില്ല, പപ്പാന് മാത്രം പപ്പാക്ക് കാണും നമ്മൾ. ഓക്കെ ഉമ്മണി കഴിഞ്ഞിട്ട് എല്ലാം കേൾക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ തിന്നിട്ട് അങ്ങനെ തിന്നോക്കാതെ കാഷ്യൂ ഉപ്പും എന്തോ ഒരു ടേസ്റ്റ് തന്നെ. ഉമ്മ കേക്കിനിടാൻ വെച്ച കാഷ്യൂ ഞാൻ കുറച്ച് ഉപ്പിട്ട് തിന്നോക്കി മാത്രം എനിക്ക് നല്ല ഇഷ്ടമായി. എന്നിട്ട് ഇതാ ഉമ്മ കേക്കിനെ ഫുള്ള് പണിയെടുക്കുന്നുണ്ട്. ഫുള്ള് ഇതാ ചോക്ലേറ്റ് എല്ലാം ഇട്ടിനും ഞാൻ പറഞ്ഞ എനിക്ക് തന്നെ. എന്നിട്ടായിട്ട് സെറീസ് ഓളയിൽ ബാക്കിയുണ്ടായ മുട്ടായി എല്ലാവർക്കും തന്നു. ഞങ്ങൾക്കൊന്നാ നോക്കുന്നതാണ്. എന്നിട്ട് അങ്കൊന്നാ നോക്കുന്നൊന്നുമല്ല, അങ്ക് തന്നു ഓള്. എന്നിട്ട് കേക്കിലോ കോളേറ്റ് കുത്തു പറയും. നമുക്കുണ്ട ഈ ചെടിയിൽ കുപ്പിവെള്ളം കഴിക്കുന്നത് വീഡിയോൻ്റെ ഇടയിൽ. ലാസ്റ്റ് ഓള് കേക്കിലെ കോളേറ്റ് കുത്തി. എന്നിട്ട് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് ഫോട്ടോ ഞാൻ ഇതിൻ്റെ ലാസ്റ്റിങ്ങിലൂടെ ആക്കാൻ വേണമെങ്കിൽ. എന്നിട്ട് കേക്ക് നമ്മൾ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ നേരെ മന്തി വെച്ചിട്ടായിട്ട് പിന്നെ നമ്മൾ കേക്ക് മുറിച്ചു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. May the good God bless you. May the good God bless you.
ഞാൻ ഇതിലെല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് എടുക്കാത്ത എല്ലാവരും നമ്മളെ പുരയിലുള്ള ഇതിലെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് സേനാൻ എല്ലാവരും കുറച്ച് കാണിച്ചത്. പിന്നെ പപ്പവും വീഡിയോ കോൾ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കേക്ക് കുറിച്ച് നിന്റെ ഗിഫ്റ്റ് കൊടുക്കും അതാ തോക്കണേ. ഞാൻ പോലും അറിയാതെ ഞാൻ വാങ്ങിച്ച ഗിഫ്റ്റ് ആണിത്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇതും തരാം. ഇത് ബഡിയാണ്. ബാക്കി ശ്രദ്ധ കൊടുക്കും. കയ്യല്ല പറഞ്ഞിട്ട് ഒരു സർപ്രൈസ് തരാം. സർപ്രൈസ് തരാം. ഇതെന്റെ തന്നെ. ആടില്ലല്ല എന്റെ തന്നെ. നീ പോ എന്നാ കൊടുത്തിട്ട് വാ. കുഞ്ഞു ഗിഫ്റ്റ് പൊട്ടിക്ക്. അടുത്ത് വന്നു എനിക്ക് മാമ പൊട്ടിച്ചോ? എങ്ങനെ പൊട്ടിച്ചോ? അല്ല ഇത് മിസ്റ്ററി ഗിഫ്റ്റ് ആണ്. ഞങ്ങൾക്കും അറിയില്ല ഇതിന്റെ ഉള്ളിലെല്ലാം ഉണ്ട്. കത്രി വേണോ മോളെ? വേണ്ട, അത് പൊട്ടിച്ചോ, പൊട്ടു. മിസ്റ്ററി ബോക്സിനുള്ളിൽ എന്തോക്കാലോ. നമുക്ക് ആർക്കും അറിയാത്തൊരു ബോക്സ്, മിസ്റ്ററി ബോക്സ് ഗിഫ്റ്റ്. അപ്പൊ സബൂർ പറയുന്നൊരു സംഗതി ഇല്ല. നിന്നാട്ടെ പത്ത് കത്തിരി കാണാ. കത്തിരി കാണാ. ഇങ്ങനെ ഗിഫ്റ്റ് അൺബോക്സ് ഒക്കെ അങ്ക് പപ്പ ഞങ്ങക്ക് 17 വയസ്സാണ്. അപ്പൊ അങ്ക് 17 ഗിഫ്റ്റ് തരാം. കാത്തിരുന്നു നാട്. ഇതാ ഇതെല്ലാം ഗിഫ്റ്റ്. മോട്ടു 10 രൂപ ഉണ്ട്. ഇതെന്താണ്? ഞാൻ 100 രൂപ കൊടുത്തു. നീയല്ലോ പറഞ്ഞു നിനക്ക് അറിയില്ല. സർപ്രൈസ് ആട്ടി അടുത്തോ? നെക്സ്റ്റ് ഗണ്ണോട്ടിക്ക് ഗണ്ണ്. ഗണ്ണ് ഗണ്ണ് ഏത് പൊട്ടിക്കല് സർപ്രൈസ്. പപ്പ ഒന്ന് നോക്കോ. താഴ്ന്ന് വിളിച്ചു വരുന്നില്ലേക്ക്. ഇങ്ങനെ 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 ഇറ്റ്സ് റെയിനി സീസൺ. കൊട പറക്ക, കൊട തുറക്ക്. ഇപ്പൊ നമുക്ക് മഴയാണ്. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. കൊടയിൽ പോയി വരാം. മഞ്ഞ കളർ പ്രിൻസസ് ബാർബി. ഇത് മറ്റേ എലിസാസാന്റെ പൊട്ടിക്ക്. ഇതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഗിഫ്റ്റ്. അല്ല എന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ്. ഇത് ദാദാന്റെ ഗിഫ്റ്റ് ആണ് ഗൈസ്. ഇത് ഓപ്പൺ ആക്കിക്കോ നീ. ഇങ്ങനെ 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 ഇങ്ങനെ
പൗച്ച് നോക്ക് കൊണ്ടുപോകുമ്പോ എന്തെങ്കിലും സാധനം ഇട്ടിട്ട് കൊണ്ടുപോകാനുള്ള പൗച്ച്. ഇതൊരു സോഫ്റ്റ് ടോയ്. അതിന്റെ ചെവി ഇത്. അല്ല ഇപ്പൊ നോക്കറ ഇത്ര ആള് കൊടുത്ത് ഗിഫ്റ്റിലോള് ഓളത് മാത്രം എടുക്കുന്ന പണ്ടത് ഞാൻ എടുക്കാം സ്കൂൾ കോമ്പയില്ല. എന്റെ കുഞ്ഞിക്ക് എത്രയായി കോട്ടയില്ലാത്ത പപ്പ ഒരു ഹായ് ആക്കിയേ കയ്യോടെ. ഹലോ യെസ് ഇത്ര പേർക്കൊന്നല്ലോ ചോറ് ഓണായിക്കോ ഓണാക്കി നോക്കും മതി. ഒരു മിനിറ്റ് അത് ഞാൻ ശരിയാക്കി സന ഓണാക്കിട്ടുണ്ടല്ലോ. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ സെറീസിൻ്റെ ബർത്ത്ഡേ വ്ളോഗ് ഇവിടെ അവസാനിക്കാൻ പോകുകയാണ്. ഐ മീൻ വീഡിയോ ഞാൻ അവർക്ക് വൈൻഡപ്പ് ആക്കുന്നത്. ഇനി എന്തുമില്ല, ഇനി കേക്ക് തിന്നണം, രാത്രി ഉമ്മ എന്ത് ഫുഡ് ഉണ്ടാക്കുന്നത് അത് തിന്നണം, അത്ര തന്നെ. അപ്പോൾ അതൊന്നും കാണിക്കണമെന്ന് ഇല്ലാന്ന് തോന്നി എനിക്ക്. കേക്ക് ഞങ്ങൾ മുറിച്ചിട്ട് തിന്നില്ല, അങ്ങ് അപ്പനെ ഫ്രിഡ്ജിൽ വെച്ചിന്. കേക്ക് ഞാൻ ചെയ്യാണെങ്കിൽ ഉമ്മ ഉണ്ടാക്കിയത് ചോക്ലേറ്റ് ട്രഫിൾ കേക്ക്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ചെല്ല ഒരു പ്രൊമോഷൻ ഇതിൽ പറഞ്ഞതല്ല ഞാൻ. ഇൻസ്റ്റാ പേജിൽ എങ്ങനെ നമ്പറെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റ പേജിൽ ഓൾറെഡി ഉമ്മാൻ്റെ ലോട്ട് ഇൻസ്റ്റ പേജ് C4 കേക്ക് എന്ന് ഉമ്മ ഇൻസ്റ്റഗ്രാം ID. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഉമ്മാനെ കോൺടാക്റ്റ് ആക്കാം. അപ്പോൾ എങ്ങനെയാണ് അനുസരിച്ച് ബർത്ത്ഡേ എന്ത് ഫുഡ് ആയിട്ടുണ്ട്? ദീദി തന്നത് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അത് കൈ കാണുമ്പോ അറിയും. അപ്പോൾ ഗൈസ് നമ്മളെ ക്യാമറന്റെ ബാക്കിൽ നിന്നിട്ടുള്ളത് ഫാത്തിമ സനയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ ക്യാമറന്റെ ബാക്കിലുള്ളത് സനയാണ്. അപ്പോൾ സന ആംഗിൾ എന്തെല്ലോ ആക്കിട്ട് പൊടിക്കുന്നുണ്ട്. അപ്പോൾ ശരി നിങ്ങൾക്ക് ഇല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട ദീദിന് ഗിഫ്റ്റ് അല്ലേ? ദീദിന്റെ ഗിഫ്റ്റ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു നിന്റെ തലയിലുള്ളത് എന്റേത്, കയ്യിലുള്ളത് എന്റേത്, മടിയിൽ വെച്ചിട്ടുള്ള സസാ എന്റേത്. നീ പറയേണ്ടത് ദീദിന്റെ ഇഷ്ടപ്പെട്ട്. എന്റെ ഇല്ലെങ്കിൽ ഇവിടെ ഇപ്പോ ഓളെ ബർത്ത്ഡേക്ക് ഞാനിങ്ങനെ എന്ത് കൊടുക്കണോന്നറിയുമ്പോ ജൂലൈ ഫസ്റ്റിലെ പിന്നെ ഷെസാലില്ലേ എല്ലാം പ്രിപ്പയർ ആക്കി വെച്ചു. ഞങ്ങക്ക് സംഗതി ഒന്നാമത് നമുക്ക് ഓർമ്മയുണ്ടായിട്ട് അവള് പറയുമ്പോ നമുക്ക് ജൂലൈ 9-10 ഓർമ്മ വരുന്ന 11th ബർത്ത്ഡേ അല്ലേ. പോന്ന് അപ്പൊ സെനാവ് എല്ലാം പ്രിപ്പയർ ആക്കി ശേഷം അങ്ങോട്ട് സദാവ് എല്ലാം പ്രിപ്പയർ ആക്കിനി. അതിന്റെ ഞാൻ ഇന്നലെ അവള് എന്ത് കൊടുക്കണ്ട അപ്പൊ പറഞ്ഞ് ടോയ്സ് ഒന്നും മേങ്ങാൻ നിൽക്കണ്ട സപ്പ ഇവിടെ അതായിട്ടൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയോ ഓളിതൊന്നും മേങ്ങിനല്ലോ, പിന്നെ അങ്ങനത്തെ നോക്ക് വേണ്ടാന്ന് വെച്ച്. അപ്പോൾ ആ നമ്മ പറഞ്ഞോളൂ കൊട വേണോ ആയിരുന്നുണ്ടായിരുന്നു. അപ്പൊ പിന്നെ മദ്രസിലേക്കല്ലേ പോകുമ്പോ നിങ്ങൾക്ക് കൊട പിടിച്ചിട്ട് പോവാ തീരി തന്നെ എനിക്ക് മഴ കൊള്ളാൻ. അപ്പൊ ഞാൻ മടു പറഞ്ഞ് കൊട മേങ്ങിക്കും. ഉണ്ടപ്പൊരി ഉമ്മ വേങ്ങിട്ട് തന്നത് ഞാൻ പറഞ്ഞല്ല, ഞാൻ വരും സ്കൂളിൽ ഞാൻ ഉമ്മ പോകുമ്പോ പറഞ്ഞേ നിങ്ങൾ മേങ്ങാൻ പോകുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒന്ന് മേങ്ങിക്കോ, അത് ഞാൻ കൊടുക്കാറുണ്ട്. അപ്പം ഉമ്മ സർപ്രൈസ് ആയിട്ട് കൊട വാങ്ങി. അതാണ് കൊടയും നിങ്ങൾ വീതിച്ചുണ്ടായിരുന്നു. ഓക്കെ, ഇങ്ങനത്തെ ടോയ്സ് എല്ലാം ഇവിടെ ഒക്കെ ഒരു ലോഡ് ഉണ്ട്. മോൾ കളിക്കൊന്നുമില്ല, 2-3 കളിച്ചിട്ട് അതിനിതാവും. കൊട ആകുമ്പോൾ നമുക്ക് യൂസ് ആവും കുറെ. ഓക്കെ, ബുദ്ധിപൂർവ്വം കൊടുത്തിട്ടാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അൺടിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ബൈ.